അന്തരിച്ച പിന്നണി ഗായിക എസ് ജാനകിയമ്മയ്ക്ക് ആലപ്പുഴയിൽ അനുസ്മരണം. ആലപ്പുഴ മ്യൂസിക് ക്ലബ്ബിലാണ് അനുസ്മരണവും ഗാനാർച്ചനയും ഒരുക്കിയത്. ആലപ്പുഴയിൽ എസ് ജാനകി അനുസ്മരണവും ഗാനാർച്ചനയും നടന്നു. അന്തരിച്ച പിന്നണി ഗായിക എസ് ജാനകിയെ അനുസ്മരിച്ച് മ്യൂസീഷ്യൻ ഓഫ് ആലപ്പുഴയും രാഗ് മ്യൂസിക് ക്ലബ്ബും സംയുക്തമായിട്ടാണ് ഓർമ്മയിൽ ജാനകിയമ്മ എന്ന പേരിൽ അനുസ്മരണം ഒരുക്കിയത്. ആലപ്പുഴ മ്യൂസിക് ക്ലബ്ബിൽ നടന്ന അനുസ്മരണ സമ്മേളനം കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. യേശുദാസ് വന്നതുകൊണ്ട് ആ പാട്ടിന് സൗന്ദര്യം കൂടിയെന്നേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും പാടിയെന്നെങ്കിൽ അല്പം കൂടി കൂടുകയോ കുറയുകയോ ചെയ്യുമായിരിക്കും, തർക്കിക്കുന്നില്ല. പക്ഷെ പാട്ട് രണ്ടുപേരുടെയാണ്. അതിലൊരാളെ ധ്യാനിക്കുകയാണ്. അത് പിന്തുടർന്നാണ് യേശുദാസിൽ നിന്നും ജാനകിയിൽ നിന്നും കണ്ടാണ് ബിനുവാനന്ദ് ഉൾപ്പെടെയുള്ളവരൊക്കെ ഗാനമേളയിൽ പാടാൻ വേണ്ടിയുള്ള പുസ്തകത്തിൽ ഞങ്ങളുടെ പേരൊക്കെ എഴുതി വയ്ക്കുന്നത്. അതൊരു അഭിജാതമായ പാരമ്പര്യ ഗരിമയാണ്. അത് ആകാശവാണി പിന്തുടരുന്നുണ്ട്, റേഡിയോ മാർഗം പിന്തുടരുന്നില്ല. റേഡിയോ മാർഗിക്ക് ഞങ്ങളെന്ന് അറിയില്ല. പിന്നെ തുടങ്ങുന്നത് ചരണം തൊട്ടാണ് പാട്ട് ചരണം തൊട്ടുകൊണ്ട് തുടങ്ങും. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 4 ദേശീയ അവാർഡും 10 കേരള സ്റ്റേറ്റ് അവാർഡും അത് അടുപ്പിച്ചാണ് കിട്ടിയത്. 7 തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡും 12 തെലുങ്കാന സർക്കാരിൻ്റെ ആന്ധ്ര സർക്കാരിൻ്റെ അവാർഡും നേടിയ ഒരു ജാനകിയമ്മ മലയാളിയല്ലെന്ന് മരിച്ചുപോയപ്പോൾ മാത്രം അറിഞ്ഞ 80% മലയാളിയുണ്ട്. സംഗീതജ്ഞനായ ആലപ്പി സുരേഷ്, ബിനു ആനന്ദ് എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. ഹാരിസ് തരോവരം, പുഷ്പലത, സ്മിനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് ആലപ്പുഴയിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ഗാനങ്ങൾ കോർത്തിണക്കി സംഗീതാർച്ചനയും നടന്നു.